വെൽക്കം ടു ഫിസിക്സ് സെർച്ച്. റിസർച്ച് മെത്തഡോളജിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് റിസർച്ച് ആണ് എടുക്കുന്നത്. ടൈപ്സ് ഓഫ് റിസർച്ചിൽ ആദ്യത്തെ ടൈപ്പായ ഒബ്ജക്റ്റീവ് ബേസ്ഡ് റിസർച്ച്. ഒബ്ജക്റ്റീവ് ബേസ്ഡ് റിസർച്ചിൽ 5 ടൈപ്സ് ഓഫ് റിസർച്ചസ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ്, കോറിലേഷണൽ, എക്സ്പ്ലനേറ്ററി, എക്സ്പ്ലോറേറ്ററി, എക്സ്പെരിമെൻ്റൽ. ഇതിൽ ഇന്ന് ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് റിസർച്ച് എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷണൽ പ്രോബ്ലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഫിനോമിനെക്കുറിച്ചോ ഉള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്ന റിസർച്ച് ടൈപ്പാണ്. ഒരു സിറ്റുവേഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഫിനോമിനെക്കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് ഡിസ്ക്രിപ്ഷൻ തരുന്ന ഒരു റിസർച്ച് ടൈപ്പാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ഓഫ് റിസർച്ചിൽ ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ചുള്ള സർവേയും ഫാക്ട് ഫൈൻഡിങ്ങുമാണ് നടക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് റിസർച്ചറിന് വേരിയബിളിൻ്റെ മേൽ ഒരു കൺട്രോളും ഉണ്ടായിരിക്കില്ല. ആ റിസർച്ചിൽ എന്താണോ അപ്പം നടക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ റിപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ചിൽ നടക്കുക. എപ്പോഴും എൻവയോൺമെൻറ്റിന് ഡിസ്റ്റർബൻസ് ഒന്നും കൂടാതെ ആയിരിക്കും, ഒന്നും ഉണ്ടാവാതെ ആയിരിക്കും ഡേറ്റാസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച്. അതായത് ഒരു സിറ്റുവേഷണൽ പ്രോബ്ലം അല്ലെങ്കിൽ ഫിനോമിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഒരു ആഡിക്വേറ്റ് ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ചുള്ള സർവേ അല്ലെങ്കിൽ ഫാക്ട് ഫൈൻഡിങ്, അതുപോലെ റിസർച്ചർ ഹാസ് നോ കൺട്രോൾ ഓവർ ദ വേരിയബിളിന് മേൽ റിസർച്ചർക്ക് പ്രത്യേകിച്ച് കൺട്രോളൊന്നും കാണില്ല. അതുപോലെ എൻവയോൺമെൻറ്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത വിധം ഡേറ്റ കളക്ട് ചെയ്യുന്നു. ദിസ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച്. ഇനി ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച് പല തരമുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് എക്സ്പോസ് ഫാക്ടോ, രണ്ടാമത്തത് ഹിസ്റ്റോറിക്കൽ, മൂന്നാമത്തെ അനലിറ്റിക്കൽ, നാലാമത്തത് സർവേ, അഞ്ചാമത്തത് കോറിലേഷണൽ. ആദ്യത്തെ എക്സ്പോസ് ഫാക്ടോ റിസർച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും സയൻറ്റിഫിക് ആൻഡ് അനലിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നതാണ് എക്സ്പോസ് ഫാക്ടോ റിസർച്ചിനകത്ത് നടക്കുന്നത്. ഇതൊരു ക്വാസി എക്സ്പെരിമെൻ്റൽ നേച്ചർ ടൈപ്പ് റിസർച്ചാണ്. ക്വാസി എക്സ്പെരിമെൻ്റൽ നേച്ചർ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ സബ്ജക്റ്റ് എല്ലാം റാൻഡംലി സെലക്റ്റഡ് ആണ്. ഇതാണ് എക്സ്പോസ് ഫാക്ടോ റിസർച്ച്. അടുത്തത് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ആ പേരിൽ തന്നെ ഉള്ളതുപോലെ അതായത് പാസ്റ്റ് ഇവൻറ്റുകളെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ എൻക്വയറിയാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ഇവൻറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ പാസ്റ്റ് ട്രെൻഡുകളെക്കുറിച്ചോ ഉള്ള ഒരു ഡിസ്കവറിയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നടക്കുന്നത്. നെക്സ്റ്റ് അനലിറ്റിക്കൽ റിസർച്ച്. ഒരു കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, അതാണ് അനലിറ്റിക്കൽ റിസർച്ചിനകത്തുള്ളത്. എപ്പോഴും ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നേരത്തെ അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫോർമേഷനോ ഉപയോഗിച്ചായിരിക്കും റിസർച്ച് നടത്തുന്നത്. അതാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർവേ സ്റ്റഡീസ്. സർവേ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്ത് അതിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുക, സർവേ എടുക്കുക. അതാണ് സർവേ സ്റ്റഡീസ്. ലാസ്റ്റ് വൺ ഈസ് കോറിലേഷണൽ സ്റ്റഡി. അതായത് രണ്ടോ അതിൽ കൂടുതലോ റെലവൻറ്റ് വേരിയബിൾസ് എടുക്കുന്നു, അതിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നു. ഇതാണ് കോറിലേഷണൽ സ്റ്റഡീസ്. അപ്പോൾ ഈ ക്ലാസ്സിൽ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ ടൈപ്സ് പറഞ്ഞു. ഇനി ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിസർച്ചിലെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് റിസർച്ചിൽ ആദ്യത്തെ ടൈപ്പാണ്. ഒബ്ജക്റ്റീവ് ബേസ്ഡ് റിസർച്ചിൽ 5 ടൈപ്പുകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെയാണ് ഈ ക്ലാസ്സിൽ ആഡ് ചെയ്ത ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.